എൽ ഡി എഫ് സ്വാഭാവികമായിട്ടും നാട്ടിലുണ്ടായ മാറ്റം ജനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന് ജനം സ്വീകരിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമൊന്നുമല്ല, വിദ്യാഭ്യാസ രംഗത്ത് എന്തൊരു വലിയ മാറ്റം ഉണ്ടായത്. നമ്മുടെ സ്കൂളുകളൊക്കെ അക്കാദമിക മേഖല കുറേയും കൂടി മാറേണ്ടതുണ്ട്. പക്ഷേ പശ്ചാത്തല മേഖലയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ, അത് സാധാരണ ജനങ്ങൾ കാണുന്നതല്ലേ. അതുപോലെ പെൻഷൻ ഈ 1600 ഉറുപ്പ്യ വെച്ചിട്ട് 50 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം ഏതാ ഉള്ളത്? ഈ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും വീടുണ്ടാക്കി കൊടുക്കുക, ഏത് സംസ്ഥാനമാണ് ഉത്തരവാദിത്തം എടുക്കുന്നത്? ലൈഫ് മിഷനെ നമുക്ക് കുറ്റം പറയാം, പക്ഷേ ഒരു സംസ്ഥാനത്ത് വാസയോഗ്യമായ വീടില്ലാത്ത മുഴുവൻ കുടുംബത്തിനും വീടുണ്ടാക്കി കൊടുക്കാൻ സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? നിങ്ങളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ AAYയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര പേർക്കാണ് കിട്ടുന്നത്? എത്ര രൂപയാണ് കൊടുക്കുന്നത്? 15,000 ഉറുപ്പ്യായിരുന്നു ആദ്യം AAYയുടെ, ഇപ്പോൾ 50,000 70,000 മറ്റോ ആയിട്ടുണ്ട്. അതിനെക്കൊണ്ടൊരു വീടുണ്ടാക്കാൻ പറ്റുമോ? ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും എല്ലാം ഗ്രാമത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് അവർ വസിക്കുന്നത്? ആടും പശുവും കോഴിയും മനുഷ്യനും എല്ലാം കൂടി ഒന്നിച്ച് താമസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിലും മഹാഭൂരിപക്ഷം മനുഷ്യർ. ഇവിടെ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള ഐഡൻറ്റിറ്റി, അവരുടെ ഡിഗ്നിറ്റി അത് കാത്തു സൂക്ഷിക്കുകയല്ലേ. എന്നിട്ട് ഇപ്പം അതിദരിദ്രരെ അന്വേഷിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. 60,000-ലേറെ ആളുകളാണ് അതിദരിദ്രർ എന്ന് കണ്ടെത്തിയിരിക്കുക. ആ 60,000 പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക. അതും പട്ടിണിയല്ല, കേരളത്തിൽ കൊടും പട്ടിണിയില്ല. ഇപ്പോൾ ആദിവാസി മേഖലയിൽ പോലും റേഷൻ കടകളുണ്ട്. പക്ഷേ അവരാ അരി വേണ്ടത്ര വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതായിരുന്നില്ല അവർക്ക് വേണ്ടത് ചിലയിടത്ത്. അപ്പോൾ അവരുടെ ജീവിതം കുറേയും കൂടി മെച്ചപ്പെടുത്തണം നമ്മൾ. പക്ഷേ എന്നാലും പട്ടിണി കിടന്ന് മരിക്കുന്ന ജനങ്ങളില്ല, ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ പട്ടിണിയുടെ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യ എവിടെ കിടക്കുന്നു? 116-ൽ 106-ാമത്തെ സ്ഥാനത്ത്. അപ്പോൾ കേരളത്തിൽ വന്ന ഈ മാറ്റം കരുതി കൂട്ടിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരാൾക്ക് കമ്മ്യൂണിസത്തെ എതിർക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കാം, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ എതിർക്കുക? ഇല്ല, പറഞ്ഞോളൂ. ആ, എന്തിനാ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, വനിതാ MLA ഉണ്ട്. ആവും, വനിത എപ്പോഴെങ്കിലും ഒരു സാഹചര്യം വരിക. ഇപ്പം അതിൻ്റെ ആവശ്യകത ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു തത്തുല്യമായിട്ടും ഇങ്ങനെ സ്ത്രീയും പുരുഷനും എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എന്താ സ്ത്രീ ആക്കി കൂടെ ചോദിക്കുന്നിടത്ത് വരുമ്പം അങ്ങനെ ആവാം. ഞാനിപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, എന്തിനാണ് അതിനെ ആ ഒരു ഒറ്റയൊരു എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക്. ആ ഒരു പോയിന്റിൽ മാത്രം നിന്നാൽ നമുക്ക് മൊത്തം പൊളിറ്റിക്സ് കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കും പോലെ ഈ ഒരു പോയിന്റ് വിചാരിച്ചിട്ട് ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് വെച്ച് ഞാൻ നീങ്ങാൻ ഞാനുണ്ടാവുമോ, എൻ്റെ പാർട്ടി ഉണ്ടാവുമോ? എന്നെ പോലെ എല്ലാവരും അങ്ങനെ പുറപ്പെട്ടാൽ അതല്ല ലക്ഷ്യം. നമുക്കിവിടെ പോളിസി തന്നെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ, കേട്ടില്ലേ? ആ പോളിസി അനുസരിച്ച് നിങ്ങൾ ഈ നാട്ടിൽ മാറ്റം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യുന്നു. അതിലൊരു പോളിസി സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം വിമൻ ഇമാൻസിപ്പേഷൻ സാധ്യമാവുമോ? എന്നാൽ പിന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇന്ത്യയിലെ ഗ്രാമത്തിലെ സ്ത്രീകളാകെ രക്ഷപ്പെട്ടു വരണ്ടേ? വന്നോ? ആ പ്രചോദനം കൊണ്ട് ഉത്തരേന്ത്യയിൽ എന്തുണ്ടായി? ഇവിടെ നമ്മളെ ഇടതുപക്ഷ ആശയം കൂടിയുള്ളത് കൊണ്ട് സ്ത്രീകൾ കുറേ കൂടി മുന്നോട്ട് വന്നു. പിന്നെ കുറേ ടെക്നോക്രാറ്റുകളും അതുപോലെ തന്നെ ആ രീതിയിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള കുറേ സ്ത്രീകളും ഓണ്ടർപ്രീണർമാരും ഒക്കെ വന്നിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. ഇന്ത്യയിലുണ്ട്. ഇന്ദിരാ ലൂയി അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എസ് എ ഹോൾ നമ്മൾ എന്താ വിമൻ ഇമാൻസിപ്പേഷൻ കൊണ്ട് ഒരു ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവുന്നതോ അല്ലെങ്കിൽ ഒരു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആവുന്നതോ അതല്ല വിമൻ ഇമാൻസിപ്പേഷൻ. അതൊരു ഘടകമായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഇവിടെ വിമൻ ഇമാൻസിപ്പേഷൻ അതുകൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് തെളിയിച്ചില്ലേ? അത് സാധിക്കണമെങ്കിൽ പോളിസി ചേഞ്ച് ഉണ്ടാവണം. അതാണിപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പോളിസി അനുസരിച്ച് കുടുംബശ്രീയുടെ രൂപീകരണം തന്നെ ഉണ്ടാക്കി മാറ്റാത്തരെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്തിറങ്ങിയിട്ടുണ്ട്, കാലിൻ്റെ മുട്ട അടിച്ച് മുറിക്കുമെന്ന് പറയുന്ന ഭർത്താക്കന്മാരും സഹോദരന്മാരും നീ എവിടെയാണ് പോകുന്ന പുസ്തകം എടുത്തിട്ട് ഞാൻ കുടുംബശ്രീ യോഗത്തിന് പോവുകയാണെന്ന് പറയുമ്പം മിണ്ടാൻ കഴിയുന്നില്ല. സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം ഇടപെട്ട് പ്രവർത്തിക്കാൻ സമൂഹത്തിൽ അവസരമുണ്ടോ? ആ അവസരം സ്ത്രീകൾ വിനിയോഗിക്കുന്നുണ്ടോ? കേരളത്തിലിപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തൊക്കെ വന്നു, കുഴപ്പമൊന്നുമില്ല, കേട്ടില്ലേ? ഇവിടെ വന്ന് ധാരാളം സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സ്ത്രീകൾ സന്നദ്ധരായാൽ
വലിയ കുഴപ്പമില്ല. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, നമ്മളെ ഒന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തിക്കാനായിരുന്നു മുൻ തലമുറ പാടുപെട്ടത്. MRB, വീട്ടി പട്ടതിരിപ്പാടും EMS എല്ലാം. ഈ അരങ്ങത്ത് വന്ന സ്ത്രീകൾ ആ അവസരം ഉപയോഗപ്പെടുത്താത്തത് ആരുടെ കുറ്റാണ്? നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ അത്. ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുടുംബശ്രീ അയൽക്കൂട്ടം, പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ, അതുപോലെ മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ സ്ത്രീകൾ മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വരട്ടെ. അങ്ങനെ വന്നിട്ട് എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്ന ഒരവസ്ഥയിൽ അതിൻ്റെ ലീഡിങ് പൊസിഷനിലേക്ക് നാളെ ഒരു സ്ത്രീ വന്നാൽ സ്ത്രീ മുഖ്യമന്ത്രി ആവണ്ടെന്ന് പറയാൻ ആർക്കും പറ്റില്ല. കേട്ടില്ല? ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് സ്ത്രീകൾ സ്വന്തം അച്ചീവ്മെന്റിനെ പറ്റി സംസാരിച്ചാൽ, ആണുങ്ങൾ സംസാരിച്ചാൽ അതൊരു ഫാക്റ്റാണ്, ഫാക്ട്. എന്നാൽ സ്ത്രീ സ്വന്തം അച്ചീവ്മെന്റിനെ പറ്റി സംസാരിച്ചാൽ അത് പ്രൊപ്പഗാൻഡ ആവാം, അല്ലെങ്കിൽ PR ആവാം. അത് ടീച്ചർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബുക്കിൽ, എങ്ങനെയാണത് ജെൻഡറിനെ കാണിക്കുന്നത്? ഞാൻ എൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതൊരു സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ചിന്തയാണ്. എൻ്റെ പാർട്ടിയുടെയോ വേറെ ഏതെങ്കിലും പാർട്ടിയുടെയോ ഒന്നുമല്ല, സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ചിന്തയാണ്. അതപ്പോൾ ഇങ്ങനെ ആവുമോ ഒരു സ്ത്രീക്ക് എന്നാണ്. ഇപ്പം ഞാൻ മിനിസ്റ്റർ ആയ സമയത്ത് എൻ്റെ വെൽവിഷേഴ്സായിട്ടുള്ള എൻ്റെ പാർട്ടിക്കകത്തുള്ളവർ തന്നെയല്ല, മറ്റുള്ളവർ ഉപദേശിച്ചിരുന്നു, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയങ്കര വളവന്മാരാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം അവരെ. ഇത് പുരുഷന്മാരായിട്ടുള്ള ആളുകളോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, വരട്ടെ, നമുക്കുണ്ടല്ലോ കുറച്ച് സാമർഥ്യം, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളും എന്ന് പറയുമ്പോൾ ഈ ടീച്ചറിനത് പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സ്ത്രീ വരുമ്പം പറഞ്ഞിട്ടില്ലേ, അയ്യോ ആ മാഷ് നല്ലോണം കൈകാര്യം ചെയ്ത പഞ്ചായത്തായിരുന്നു, ഇനി ഇതൊരു സ്ത്രീയുടെ കയ്യിൽ പോയ പഞ്ചായത്ത് എന്താ, എന്നോട് ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന ഒരു സ്ത്രീ ടീച്ചറെ ശ്രദ്ധിച്ചോളണേ, ഇത് പുറത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ. ആ സ്ത്രീ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കേണ്ട, അവർ കൈകാര്യം ചെയ്തോളൂ, അവർ ഇപ്പറഞ്ഞ ഞങ്ങളെ മാഷേക്കാളും നന്നായിട്ട് നല്ല പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കും. പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തിന് അവാർഡൊക്കെ മേടിച്ചവർ. അപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് സ്ത്രീകളെ. അതിന് കാരണം എന്ന് വെച്ചാൽ സമൂഹത്തിൽ തലമുറകളായി നിന്നിരുന്ന സ്ത്രീ അത്ര കഴിവുള്ളവരല്ല, ഒരു രണ്ടാം തരം പൗരനാണ്. ആ ഒരു മാനസിക ഭാവമാണ് സ്ത്രീ ഒരു പൊസിഷനിലേക്ക് വരുമ്പം അയ്യോ ഇവർക്ക് ശരിയാവും എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ സ്ത്രീകൾ ചെയ്തു വരുമ്പോൾ അത് ഇതാണ്. അപ്പം എൻ്റെ ഈ ഗാർഡിയനിലൊരു ലേഖനം വന്നപ്പോൾ മുല്ലപ്പള്ളിയുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നല്ലോ. ഗാർഡിയനിൽ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലോറാസ് പിന്നെ ഒന്നും നേരിട്ട് അറിയായിരുന്നില്ല, ഗാർഡിയൻ പത്രമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പം കോവിഡെല്ലാം വന്ന് നമ്മളൊരു സേഫ് സോണായിട്ട് 2020 നമ്മൾ സേഫ് സോണായിരുന്നു. ഞാൻ ഇന്നും അതിൽ അഭിമാനിക്കുകയാണ്. കാരണം വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ക്രമീകരണങ്ങളിലൂടെയാണ് നമ്മൾ ആ വൈറസിനെ ജനങ്ങളിലെത്താതെ ഇങ്ങനെ അകറ്റി നിർത്തിയത്. അപ്പോൾ അത് നമ്മൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്, നമ്മൾ ലോകത്തെ മുഴുവൻ പഠിക്കുന്നുണ്ടല്ലോ. അതുപോലെയാണ്. ആ സമയത്താണ് എന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചത്, നേരിട്ട് വിളിക്കുക ചെയ്ത്. എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഗാർഡിയൻ പത്രത്തിൽ നിന്ന് ഇങ്ങനെ ലോറാസ് പിന്നി ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴും എനിക്ക് ലോറാസ് പിന്നിയൊന്നും അറിയില്ല, ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോഴാണ് ഞാൻ അവരുടെ മുഖാദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ആരാ ലോറാസ് പിന്നി, അറിയേണ്ടതായിരുന്നു നേരത്തെ, പക്ഷേ അത്രത്തോളം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് 1918 ഫ്ലൂവിനെ കുറിച്ചൊക്കെ ബുക്കൊക്കെ എഴുതിയിട്ടുള്ള പ്രശസ്തിയായിട്ടുള്ള ആളാണെന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങൾ ചോദിക്കും പോലെ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് വേറൊന്നും പറയാനുള്ള, ചെയ്ത വസ്തുത സത്യസന്ധമായി പറയുക, ചെയ്യാത്തൊരു കാര്യം പോലും എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങളോടായാലും അവരോടായാലും. അപ്പോൾ അത് അവരെ ഭയങ്കര ഇമ്പ്രസ് ചെയ്തു. അവർ ഗാർഡിയൻ്റെ ടീമിനാകെ ഭയങ്കര ഇമ്പ്രഷനായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്നത് പോലൊന്നും ലോകത്തിൻ്റെ പല ഭാഗത്തും ചെയ്യുന്നില്ല. ഈവൻ സ്വീഡനൊക്കെ, ഞാനൊക്കെ എപ്പോഴും എക്സാമ്പിൾ പറയും, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനും പകർച്ചവ്യാധി നിയന്ത്രണം ഇതെല്ലാം പറഞ്ഞെങ്കിലും പെട്ടുപോയില്ലേ കോവിഡ് കാലത്ത്. സ്വീഡൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളെ ആരും മാതൃകയാക്കരുത്, ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ഒരു ഘട്ടത്തിൽ. അപ്പോൾ അതിലും ഭേദമാണ് ശൈല ടീച്ചർ സംഘം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം. നമ്മൾ അവരെയൊന്നും നോക്കിയിട്ടല്ല, നമ്മൾ പ്രായോഗികമായിട്ട് യാഥാർത്ഥ്യം എന്താണ് അത് വെച്ചിട്ട് നമുക്കറിയുന്ന സയൻസും ചേർത്ത് ഇതിനെ പ്രതിരോധിക്കാൻ. ഞാൻ മാത്രമല്ല, പാക്കേജ് പ്രഖ്യാപിക്കുന്നു മുഖ്യമന്ത്രി, സൗജന്യ ചികിത്സ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് ആസ് എ ഹോൾ അതാണ് അത് ചെയ്ത കാര്യം. നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പ്രഷനായി. അതുവരെ ശൈല ടീച്ചർ അറിയപ്പെടുന്ന ആളാണോ, പിണറായി അറിയപ്പെടുന്ന ആളാണോ, ഇതൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. അവരുടനെ തന്നെ വലിയ ഒരു പേജ് നിറയെ കൊറോണ വൈറസ് ലെയർ, കേരള റോക്ക് സ്റ്റാർ മിനിസ്റ്റർ എന്നുള്ള സ്വപ്നേവി കരുതിയതല്ല ഞാനത് കണ്ടിട്ട് മതിമറന്നിട്ടുമില്ല. കാരണം ഇതെല്ലാം ഒരു നിർണായക ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രശംസ മാത്രമാണ്.
ഇതല്ല എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല. അതിനെയാണ് മുല്ലപ്പള്ളി പറഞ്ഞത് റോക്ക് ഡാൻസർ എന്ന് എഴുതി. പ്രതിപക്ഷത്തിനും ഈ മുല്ലപ്പള്ളിയുള്ളവരെല്ലാം തന്നെ ഈ ഇത്രയും ഒരു നേതൃപരമായ പങ്ക് വഹിക്കുമ്പോൾ നിപ്പ റാണി, കോവിഡ് റാണി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ അന്ന് വിഷമം ഉണ്ടാക്കിയിരുന്നു? സ്വാഭാവികമായിട്ടും നമുക്ക് മനുഷ്യരല്ലേ. എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടപ്പോൾ. പിന്നെ മന്ത്രിയായപ്പോൾ ഒരു 2-3 സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം ഇതിനകത്ത് എഴുതിയിട്ടില്ല ബുക്കിൽ. എന്നാലും ചിലപ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്കെല്ലാം മന്ത്രി രാജിവെക്കുക എന്നെല്ലാം പറയുമ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം. എന്നെ അങ്ങനെ അധികം ആളുകൾ കുറ്റപ്പെടുത്താനുള്ളൊരു മേഖലയിൽ ഞാൻ പോയിട്ടില്ല. എൻ്റെ പാർട്ടി വർക്കല്ലാണ്ട് പിന്നെ MLA ആയിരിക്കുമ്പോൾ എന്നാൽ കഴിയുന്നത് ചെയ്യുന്നു. ഞാൻ തീരുമാനം എടുക്കുന്ന ഒരാളല്ല, അപ്പോൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. ചെറിയ നിസ്സാരമായ സംഭവങ്ങൾക്ക് പോലും ചിലപ്പോൾ കാര്യമറിയാതെ കുറ്റപ്പെടുത്തുമ്പം നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു ഭയങ്കര കരുത്തായിട്ട് ഒന്നും ശ്രദ്ധിക്കാത്ത അങ്ങനെയല്ല. എനിക്ക് ചെറിയ എന്നെ വിമർശിക്കുമ്പോഴൊക്കെ വിഷമമൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുല്ലപ്പള്ളിയൊക്കെ ഇങ്ങനെ. പക്ഷേ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാവണ്ട. ടീച്ചർ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ, അത് അയാളൊന്നും ഓർക്കാതെ പറഞ്ഞതാണ്, ഞങ്ങൾക്കൊന്നും അഭിപ്രായമല്ല. കോൺഗ്രസിനകത്ത് നിരവധി, ഇപ്പോൾ അസംബ്ലിക്കകത്ത് തന്നെ ചിലപ്പോൾ അതിരൂക്ഷമായിട്ട് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ എന്നെ പേഴ്സണലായിട്ട് കാണുമ്പോൾ പറയും, ടീച്ചറെ പേഴ്സണലായിട്ട് എടുക്കരുത്, പേഴ്സണലായിട്ട് ഞങ്ങൾക്കൊക്കെ ടീച്ചറോട് നല്ല ഇഷ്ടമാണ്, പിന്നെ അതുകൊണ്ട് അത് പൊളിറ്റിക്സാണ്, അങ്ങനെ ഉണ്ടാവും, പേഴ്സണലായിട്ട് എടുക്കരുത് എന്ന് പറയും ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ. ഇപ്പോൾ പറഞ്ഞിട്ട് അവർക്കൊരു വിഷമാവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ആശ്വാസമാവും. കാരണം ഇവരാരും പേഴ്സണലായിട്ട് തന്നെ വെറുക്കുന്നില്ല. പിന്നെ ഇത് പൊളിറ്റിക്സാണ്, അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. മുല്ലപ്പള്ളി തന്നെ പൊതുവായിട്ട് പറയും. മുല്ലപ്പള്ളി എന്നോട് ഭയങ്കര ഇഷ്ടം കാണിക്കുന്ന ഒരാളായിരുന്നുണ്ട്. മുല്ലപ്പള്ളി തന്നെ ആരോടൊക്കെയോ പറഞ്ഞു, എനിക്ക് ശൈല ടീച്ചർ പണ്ടേ അറിയാം, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളീൻ്റെ ഭാര്യയും മകളെയും കണ്ടിരുന്നു. അവരോടി വന്ന് എൻ്റെ അടുത്ത് ടീച്ചർ എത്രയായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും അത് മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല. മുല്ലപ്പള്ളി ആ സമയത്ത് അങ്ങ് ബീറ്റിംഗ് ദ ബുഷായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.